ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞാൻ ഒരു മോരുകറിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. പിന്നെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും. ഇത് സിമ്പിളാണ് ഉണ്ടാക്കാൻ, അധികം പണിയൊന്നുമില്ല, സിമ്പിളാണ്. താളിച്ച് വാർന്നാൽ തന്നെ മോരുകറി. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ വാർന്നിരിക്കുന്ന ചട്ടിക്ക് ചട്ടി ചൂടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വരാം. പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകാം, ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ ഇളച്ചിയാളുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അതിന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ചട്ടി ചൂടായതിൻ്റെ വെളിച്ചെണ്ണ പറഞ്ഞ എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഉലുവ പൊട്ടിയിട്ട് ഞാൻ കടുകാണ് ഇട്ടിട്ടോ. കടുക് ഇട്ടിട്ട് കറിവേപ്പില ഇടാം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇടാം. എന്നിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പറഞ്ഞ് ഇട്ടിട്ട് ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത്ര പണിയുള്ളൂ, പെട്ടെന്നാവും. നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാൻ. വെറുതെയും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് നല്ല പച്ചപ്പ് പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ്. എനിക്ക് നിങ്ങളെ പച്ചപ്പ് കാണാനായിട്ട് ഇഷ്ടം. പച്ചപ്പും പൂക്കളും ചെടികളൊക്കെ കാണാൻ എനിക്കിഷ്ടം. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോരാൻ പറ്റി. ഡോക്ടറെ കണ്ട് തിരക്കൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫർസീക്കാണ് പോയത് ഫുഡ് കഴിക്കാൻ. ഇതാണ് എൻ്റെ ചെറിയ ഇളച്ച്. ആൾ പ്രഗ്നൻ്റ് ആണ്. ഇവിടെ രണ്ടാളും പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ സുർബിയാനി ഉണ്ടാവും, ബീഫ് സുർബിയാനിയാണ് ഓർഡർ ചെയ്തിരുന്നത്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സൂപ്പ് ഓർഡർ ചെയ്തിട്ടോ, ചിക്കൻ സൂപ്പ്. അതാണെങ്കിൽ ചൂടുക്കത്തെ ചൂടായിരുന്നു. ചൂടുകൊണ്ട് കഴിക്കാൻ വൈകണ്ടേ. അപ്പം ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ അത് കഴിക്കാതി. ചോറാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നല്ല ബീഫാണെങ്കിൽ നല്ല ജ്യൂസി ആയിട്ട് അടിപൊളി ആണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചോറ്. പിന്നെ ഞങ്ങൾ ചിക്കൻ കൊണ്ടാട്ടം ഓർഡർ ചെയ്തു കേട്ടോ. അതും അടിപൊളിയാണ്, നല്ല സ്പൈസിയാണ്. ഇത് സൂപ്പാണ് കേട്ടോ, ചിക്കൻ സൂപ്പ്. ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ അസ്സലാമു അലൈക്കും.